തീർച്ചയായും. അതായത് ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ആ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്തത് പോലീസ് പ്രത്യേക അന്വേഷണ സംഘം. ആ കാര്യം കൂടി കോടതിയുടെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട്. അതിൽ കൂടുതൽ മൊഴികളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല, കൂടുതൽ തെളിവുകളില്ല. പെൺകുട്ടി ഒരു സുഹൃത്ത് വഴിയാണ് ഇക്കാര്യത്തിൽ ഇങ്ങനെയൊരു പരാതിയായി KPCC പ്രസിഡന്റ് നൽകിയത് എന്നുള്ളതാണ് നിലവിൽ എന്തായാലും FIR ഉൾപ്പെടെയുള്ളത്. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ കണ്ടെത്തേണ്ടതുണ്ട്, പെൺകുട്ടിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെയുള്ള നടപടിക്രമങ്ങളിലേക്ക് ഒക്കെ പോകണം. അത് ഇതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവമുള്ള പരാതിയാണ്. കാരണം ഒരു റിസോർട്ടിലേക്ക് വിളിച്ചു വരുത്തി തന്നെ റൂമിലേക്ക് വലിച്ചു കൊണ്ടുപോയി കല്യാണം കഴിക്കാം എന്നുള്ള വാഗ്ദാനം നൽകി റൂമിൽ വെച്ച് മാരകമായി പീഡിപ്പിക്കുകയും ഒപ്പം തന്നെ ബലാത്സംഗം ചെയ്യുകയും ഒപ്പം ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്ന ഒരു 21 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി, അന്ന് 21 വയസ്സായിരുന്നു ആ പെൺകുട്ടിക്കുണ്ടായിരുന്നത്. അതിനുശേഷം 23 വയസ്സുള്ള ഇപ്പോഴാണ് അവർ പരാതി നൽകിയത്. അത് കടുത്ത മാനസിക സമ്മർദ്ദം ഉൾപ്പെടെ താൻ നേരിട്ടിട്ടുണ്ട്. തൻ്റെ വീട്ടിലുൾപ്പെടെ കല്യാണം കഴിക്കാമെന്ന വാഗ്ദാനം നൽകിയിട്ടുണ്ട്. പിന്നീട് അക്കാര്യത്തിൽ മറ്റ് ഇടപെടൽ ഒന്നും രാഹുലിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആ പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമുള്ള ഒരു പരാതിയാണ് അത്. അതിൽ പക്ഷേ കൂടുതൽ അന്വേഷണം നടത്തണം. പെൺകുട്ടി മൊഴി നൽകാൻ തയ്യാറാകുമോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള വ്യക്തത വരുത്തണം. അങ്ങനെയുള്ള നടപടികളിലേക്ക് ഒക്കെ പ്രത്യേക അന്വേഷണ സംഘത്തിന് പോകണം. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ എന്തായാലും ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കേസിൽ ഒരുപക്ഷെ ജാമ്യം കോടതി അനുവദിച്ചാലും പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അത്ര പെട്ടെന്ന് പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം മറ്റൊരു FIR കൂടിയുണ്ട്, അതും ഗൗരവമുള്ള കേസാണ്. അതിൽ ബാംഗ്ലൂരാണ് നിലവിൽ ഇപ്പോൾ പെൺകുട്ടി ഉള്ളത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിലെത്തി ഒരുപക്ഷെ മൊഴി രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യാം. 164 രേഖപ്പെടുത്തണമെങ്കിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്ത സ്ഥലത്തുള്ള കോടതിയിൽ തന്നെ രേഖപ്പെടുത്തണമെന്നില്ല. അവിടെയുള്ള കോടതിയിൽ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്തുകയും ആ മൊഴി നിലവിൽ എവിടെയാണോ കേസ് രജിസ്റ്റർ ചെയ്തത് ആ ജഡ്ജിൽ കൈമാറുകയും ചെയ്താൽ മതി. അങ്ങനെയുള്ള സാങ്കേതികമായ സൗകര്യങ്ങളൊക്കെ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നടപടികളിലേക്കൊക്കെ കടക്കാം. പക്ഷേ അതിന് ആദ്യം പെൺകുട്ടി മൊഴി നൽകാൻ തയ്യാറാകുമോ, പരാതിയിൽ ഉറച്ചു നിൽക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ആ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ പ്രോസിക്യൂഷൻ ശ്രമിക്കുന്നത് ഈ കേസിൽ ജാമ്യ ഹർജി തള്ളിക്കുക, അതിനുശേഷം രാഹുലിനെ എവിടെ നിന്നെങ്കിലും അറസ്റ്റ് ചെയ്ത് എത്തിക്കുക, കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക, ഒപ്പം തന്നെ മറ്റു നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. കാരണം ഏകദേശം 3 മാസം മുമ്പാണ് SIT രൂപീകരിച്ചത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെയാണ് നിലവിൽ നടക്കുന്നത്. അതിനിടയിലാണ് മുഖ്യമന്ത്രിക്ക് പെൺകുട്ടി പരാതി നൽകുന്നത്. അതുമായി ബന്ധപ്പെട്ട് പിറ്റേന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോവുകയും ചെയ്തു. കേസ് രജിസ്റ്റർ ചെയ്യുകയും 164 ഒപ്പം തന്നെ പെൺകുട്ടിയുടെ മൊഴി SIT നേരിട്ടും രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളാണ് നിലവിൽ ശേഖരിക്കുകയും ആ ശേഖരിച്ച വിവരങ്ങൾ കോടതിയെ അറിയിക്കുകയുമാണ് നിലവിൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ ശേഖരിച്ച വിവരങ്ങൾ രാഹുലിൻ്റെ ജാമ്യ ഹർജി നൽകാൻ പര്യാപ്തമാണോ എന്ന് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. പ്രതിഭാഗത്തിൻ്റെയും ഒപ്പം തന്നെ പ്രോസിക്യൂഷൻ്റെയും വാദങ്ങൾ കണക്കിലെടുത്ത് എന്ത് തീരുമാനം കോടതിയിൽ നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് നിലവിലിനി അറിയാനുള്ളത്. ജിൽസി, വളരെ ആകാംക്ഷപൂർവ്വം നോക്കുകയാണ് കോടതി എന്ത് തീരുമാനമാണ് എടുക്കുക. അത് 2 കാര്യത്തിലാണ്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞ് നൽകിയ, അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഉപഹർജിയിൽ, മറ്റൊന്ന് ജാമ്യാപേക്ഷയിൽ. ഈ 2 കാര്യങ്ങളിലും കോടതിയുടെ വിധി വരേണ്ടതുണ്ട്. വിജയ്, നമുക്കറിയാം ഇന്നലെയും ഇന്നുമായി തുടരുന്ന വാദത്തിൽ ഏറ്റവും പ്രധാനമായി രാഹുൽ മാങ്കൂട്ടത്തിൽ, അതായത് പ്രോസിക്യൂഷൻ പലതരത്തിലുള്ള തെളിവുകളൊക്കെ ഹാജരാക്കിയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി 2 വാദത്തിലാണ് ഉറച്ചു നിന്നത്. ഒന്ന്, ഈ ഗർഭചിത്രം അത് നിർബന്ധിതമായി നടത്തിയതല്ല. 2, ഈ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു ഇരുവരുടെയും. ഈ 2 വാദങ്ങളിൽ ഊന്നിയായിരുന്നു രാഹുലിന്റെ അഭിഭാഷകൻ മുന്നോട്ട് പോയത്. ജിൽസി, തീർച്ചയായും. അതായത് ആദ്യം മുതൽ ചില രേഖകൾ, ചില ചാറ്റുകളുടെ വിശദാംശങ്ങൾ ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ആദ്യം തന്നെ നൽകിയിരുന്നു. പ്രോസിക്യൂഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ജാമ്യ ഹർജി നൽകിയ ഘട്ടത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരം തെളിവുകൾ നൽകിയിരുന്നു. അതിൽ കാണിക്കുന്നത് പെൺകുട്ടിയുമായി ഉഭയസമ്മതപ്രകാരം ഉള്ള ബന്ധം മാത്രമാണുള്ളത്, സൗഹൃദമായിരുന്നു നേരത്തെ തന്നെ ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ചാറ്റിൻ്റെ വിശദാംശങ്ങളൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ സമർപ്പിച്ചത്. അതിനുശേഷമാണ് ഈ പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ, ഇതുമായി ബന്ധപ്പെട്ട പെൺകുട്ടി ശാരീരിക ഉപദ്രവം ഏറ്റു എന്നതിൻ്റെ തെളിവ്, ആശുപത്രിയിൽ ചികിത്സ തേടിയതിൻ്റെ തെളിവ്, ഒപ്പം തന്നെ ഗർഭചിത്രം നടത്തിയതിനു ശേഷം രക്തസ്രാവം ഉണ്ടാവുകയും അതിന് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തതിൻ്റെ തെളിവുകൾ, ഒപ്പം ഡോക്ടർമാരുടെ മൊഴികൾ, ഡോക്ടർമാരുടെ ആക്കാര്യത്തിലുള്ള റിപ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ളവ ശേഖരിക്കുകയും അത് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തത് പിന്നീടാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇക്കാര്യത്തിൽ കോടതിയിൽ ജാമ്യഹർജി നൽകിയപ്പോൾ ആവശ്യപ്പെട്ട കാര്യം രാഷ്ട്രീയ പ്രേരിതമാണ് ഈ കേസ്, പോലീസുമായി അടുത്ത ബന്ധം പെൺകുട്ടിക്കുണ്ട്, മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ വനിതാ സെല്ലുമൊക്കെയായി നിരന്തരം ബന്ധപ്പെട്ട ആളാണ് പെൺകുട്ടി. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ഒരു പിന്തുണയോടുകൂടി കെട്ടിച്ചമച്ച കേസാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെ ഈ പരാതിയുമായി ചെന്നത് തന്നെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. BJPയും CPMുമാണ് ഇതിന് പിന്നിലെന്നുള്ള വാദങ്ങളൊക്കെയാണ് നിരത്തിയത്. പക്ഷേ തെളിവുകൾ ഇപ്പോൾ ശേഖരിച്ചപ്പോൾ തന്നെ ഏകദേശം പെൺകുട്ടിയുടെ മേൽ സമ്മർദ്ദം രാഹുൽ ചെലുത്തിയിരുന്നതായുള്ള തെളിവുകളാണ് നിലവിൽ എന്തായാലും ഉള്ളത്. ആ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് കോടതി ഇനി എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. ശരി വിജയൻ.